ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഡെയിലി രാവിലെ എത്തുന്ന കുറച്ച് അതിഥികളെ കുറിച്ച് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ദോശ എന്തെങ്കിലും കഴിക്കുമ്പോൾ മുന്നിൽ പോയിട്ട് ഞാൻ ഡ്യൂക്കിന് കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡെയിലി ഇട്ട് കൊടുക്കാറുണ്ട്. അവൻ രാവിലെ നിലവിളിയാണ്. ആ സമയമാകുമ്പോൾ അവിടെ ബഹളം ഉണ്ടാക്കും. അവന് വേണം അത്. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി 2-3 ദിവസം മുമ്പിലിരുന്നപ്പോഴാണ് പിന്നെ കാക്കകൾ കാക്കകൾ വന്നു തുടങ്ങിയത്. ഇപ്പോൾ ദിവസേന ഫുഡ് കൊടുക്കുന്ന രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു കഴിഞ്ഞാൽ ഒരു 10-12 കാക്കകൾ ഡെയിലി മുമ്പിൽ വന്നിരിക്കും. അവർ ചോദിക്കുകയായിരിക്കും. ഇത് കാക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാര കിളിയല്ല, ഭയങ്കര കൂർമ്മ ബുദ്ധിയുള്ള ഒരു കിളിയാന്ന് തന്നെ പറയണം. കാരണം ഇത് നമ്മളങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ വന്ന് കഴിച്ചു പോകുന്നില്ല. ഞാൻ ഇടുന്ന ഇതിപ്പോൾ നേരത്തെ ഇട്ടത് ആ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ദോശയുടെ ഒരു കഷ്ണം പോയി വീണത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അതിൻ്റെ പാർട്ട്ണറിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ആ പാർട്ട്ണർ മുകളിൽ അല്ലെങ്കിൽ ഇത് മുകളിലിരുന്നിട്ട് അത് താഴെ പോയിട്ട് എടുക്കും. അപ്പോൾ ഒരാളെപ്പോഴും സർവൈലൻസിനുണ്ടെങ്കിലാണ് ഇത് വന്ന് ഫ്രീ ആയിട്ട് പറന്നെടുക്കുകയുള്ളൂ. അത് ഭയങ്കര ബുദ്ധിയാണ്. അതുപോലെ നമ്മുടെ കൈയിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ അതിന് ഭയങ്കര കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ദോശ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെക്കുമ്പോൾ അനങ്ങൊന്നുമില്ല. അതേസമയം നമ്മൾ കൈ കൊണ്ട് വെറുതെ ഒന്ന് പോകാമെന്നുള്ള പോകാൻ വേണ്ടിയുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചാൽ ഉടനെ അത് പറന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇവർ ആകെ കലവിലാണ്. ഇവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാത്തിരി നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും, വേണം എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇതുപോലെ നിങ്ങളുടെ അടുത്തുള്ള കിളികൾക്കൊക്കെ നമ്മൾ ഒരുപാട് കിളികൾ ഇതുപോലെ നമ്മുടെ അവിടെ രാവിലെ നേരത്തൊക്കെ ഫുഡ് കൊടുക്കാൻ നിൽക്കുമ്പോൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കിളികളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.